ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ വ്യാജ പതിപ്പിൽ നിയമ നടപടിക്കൊരുങ്ങി അണിയറ പ്രവർത്തകർ. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സൈബർ സെല്ലിന് പരാതി നൽകും. എല്ലാ നിയമസഹായവും ഉറപ്പാക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും ഉറപ്പു നൽകി. ഏത് തിയേറ്ററിൽ നിന്നാണ് സിനിമ റെക്കോർഡ് ചെയ്തതെന്നും അന്വേഷിക്കും. വ്യാജ പതിപ്പിന് പിന്നിൽ സിനിമയെ തകർക്കാനുള്ള സംഘടിതമായ നീക്കമാണെന്ന് സംവിധായകൻ ജിതിൻ ഡാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ പറയുന്ന വ്യാജ പ്രിന്റ് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കുന്നത് കുറയ്ക്കാം എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കില്ല ഇത് എല്ലാ ലാംഗ്വേജും ഇതിലേക്ക് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് അങ്ങനത്തെ നല്ല അഭിപ്രായവും കേൾക്കുന്നു, അതിനെല്ലാം കെടുത്താനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരു തുടക്കക്കാരന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പം നമുക്ക് തന്നെ സ്വയം ഒരു പേടിയാണ്. ആക്ച്വലി ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമയ്ക്കും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ OTTക്ക് പോലും ഈ സിനിമ കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസറിനോട് ചോദിച്ചാൽ അറിയാം. കാരണം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനാണ് നമ്മൾ അതുപോലും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നത് കംപ്ലൈന്റ് നീങ്ങുന്നുണ്ട്. അതായത് ഒരു ഡയറക്ടർ റൈറ്ററുടെ ഒരു 8 വർഷത്തെ സ്വപ്നമാണ്. പിന്നെ ഈ സിനിമ ഞങ്ങൾ ഷൂട്ട് തീർത്തിട്ട് തന്നെ 1.25 വർഷമായി. 1.25 വർഷം ആണ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയമെടുത്തത്. അപ്പൊ ഇതൊരു വലിയ വിജയമായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള പ്രവൃത്തികൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇതിന്റെ. ഒരു സാധാരണ ടൊവിനോ സിനിമയല്ല ഇത്. ഇതൊരു വലിയ മുടക്കുമുതലുള്ള 3Dയിൽ ചിത്രീകരിച്ച അത്രയും വൈഡായിട്ടിട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്ന ഒരു സിനിമേനെ ഇങ്ങനെ ആരാണ് ചെയ്യുന്നതെന്നാണ് അറിയത്തില്ലാത്തത്. അല്ലമീൻ ചേരുന്നു വിവരങ്ങളുമായി. അല്ലമീൻ, ഇതൊരു അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ മാത്രം പ്രശ്നമല്ല. പല സിനിമകളും തിയേറ്ററിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് വ്യാപകമാണ്. പലപ്പോഴായി അതിന്റെ സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ പരാതി നൽകുകയും നടപടികൾ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ശാശ്വത പരിഹാരമല്ലേ വേണ്ടത്? ഇന്നിപ്പോൾ ഒരു സിനിമയ്ക്ക് സംഭവിച്ചത് നാളെ മറ്റു സിനിമകൾക്കും സംഭവിക്കാമല്ലോ. സിനിമാ ലോകത്ത് എല്ലാവരും അത് തന്നെയാണ് വിനിത പറയുന്നത്. കാരണം പണം മുടക്കി വലിയ സിനിമകൾ ഇറക്കി തിയേറ്ററിൽ വിജയകരമായി ഓടുമ്പോൾ അതിൻ്റെ പൈറേറ്റഡ് വെർഷൻ പുറത്തിറങ്ങുകയും അതിനെ തകർക്കാൻ ആസൂത്രിതമായി നീക്കം നടക്കുകയും ചെയ്യുന്നത് തടയണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സിനിമാ മേഖലയിലെ പലരും ഉന്നയിക്കുന്നത്. മറ്റു പല പ്രവർത്തനങ്ങൾക്കും സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് സിനിമാ വ്യവസായത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതുപോലുള്ള വ്യാജ പതിപ്പുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം അക്കാര്യത്തിൽ വേണമെന്നുള്ളതും അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ കൂടി വേണമെന്നുള്ളതാണ് പലരും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ARM സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയതിന് അണിയറ പ്രവർത്തകർ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ട്. അത്തരമൊരു നീക്കം അവർ നടത്തുമ്പോൾ അതിനെല്ലാ പിന്തുണയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. മാത്രമല്ല ഈ പുറത്തിറങ്ങിയ അതിപ്പോൾ മലയാളത്തിന് മാത്രമല്ല സിനിമയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളുടെയും വ്യാജൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അജയന്റെ രണ്ടാം മോഷണം തന്നെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം അത് സ്വാഭാവികമായും തിയേറ്ററിനുള്ളിൽ നിന്നൊരു പിന്തുണയോടുകൂടി തന്നെയാണോ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് സംശയം കൂടി ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതു തിയേറ്ററിൽ നിന്നാണ് ഇത് പകർത്തിയത്, എവിടെ നിന്നാണ് പ്രചരിപ്പിച്ചത്, ആരാണ് പ്രചരിപ്പിച്ചത്, അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള ഒരു നിയമ പോരാട്ടം ഏതായാലും നടക്കുന്നുണ്ട്. അത് സൈബർ സെല്ലിന് അണിയറ പ്രവർത്തകർ പരാതി നൽകുമെന്ന് പറയുന്നുണ്ട്, പോലീസിന് പരാതി നൽകുമെന്ന് അറിയിക്കുന്നുണ്ട്, സിനിമാ സംഘടനകൾക്ക് തമ്മിൽ ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിനെന്ത് പരിഹാര മാർഗം കണ്ടെത്താനാകുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പലതരത്തിലുള്ള ആധുനികവൽക്കരണവും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുമ്പോഴും പ്രധാനപ്പെട്ട കോടികൾ മുടക്കുമ്പോഴുള്ള പല സിനിമകളും ഇത്തരത്തിൽ തിയേറ്ററിൽ റിലീസായി ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരത്തിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നു എന്നുള്ളത് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, സിനിമാ മേഖലയ്ക്കും തിരിച്ചടിയാണ്. അതിനെന്ത് പരിഹാരം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ വ്യാപകമായിരുന്നു. പല ആളുകളും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന സിനിമാ മോഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാജ പതിപ്പുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അതിന് നേരിയ ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും അത്തരമൊരു പ്രവർത്തനങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് സിനിമാ മേഖലയ്ക്ക് ആശങ്ക തന്നെയാണ്, അണിയറ പ്രവർത്തകർക്കും ആശങ്ക തന്നെയാണ്. ഏതായാലും വിനിത, സംഘാടകർ ഇതിന്റെ അണിയറ പ്രവർത്തകർ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. വിനിത, ശരി. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.